മൂന്നാമതായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതും പോയാൽ പിന്നെ ഒരു കാലത്തും വീണ്ടെടുക്കാനാവാത്തതുമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഉത്തരം പറയാൻ വാക്കെങ്കിലും ഒരിക്കലേ കിട്ടുകയുള്ളൂ, പോയാൽ ഒരു കാലത്തും തിരിച്ചു കിട്ടാത്ത രണ്ട് കാര്യങ്ങൾ പ്രേമവും വിശ്വാസവുമാണ്. പരസ്പര പ്രണയം, പരസ്പര വിശ്വാസം, ഇത് ഒരു കാലത്തും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. നമുക്കറിയാലോ, പുതിയ തലമുറയിലൊക്കെ പരസ്പര ബന്ധങ്ങളിലുള്ള പ്രധാന കാരണം അതുപോലെ തന്നെയാണ് പ്രണയത്തെ കാത്തു സൂക്ഷിക്കാനുള്ളത്. വിവാഹ ജീവിതം കഴിഞ്ഞാൽ പ്രേമിച്ച് കല്യാണം കഴിച്ചവരായിക്കോട്ടെ, പ്രണയിക്കാതെ കെട്ടിയവരായിക്കോട്ടെ, താലി കെട്ടിക്കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ പ്രണയിനികളായിരിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഏത് പ്രായത്തിലും പ്രണയിക്കാൻ കഴിയുന്നവരായിരിക്കണം ദമ്പതികൾ എന്ന് പറയുന്നത്. നാലാമതായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്, അന്യോന്യാഗ പ്രകാശ്യത. വിവാഹം കഴിഞ്ഞാൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് തൊട്ടതിനെ പിടിച്ചൊക്കെ കുറ്റപ്പെടുത്താൻ ആരെ കൊണ്ട് സാധിക്കും? അല്ലെ, നീ ആ ചെയ്തത് ശരിയല്ല, നീ ഈ ചെയ്തത് ശരിയല്ല, ആ കറി അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല. കുറ്റപ്പെടുത്തലല്ല, അഭിനന്ദിക്കലും പ്രോത്സാഹിപ്പിക്കലുമാണ് ദമ്പതികളുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പൊ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദമ്പതികൾക്ക് വളരാൻ സാധിക്കണം, ഉയരാൻ സാധിക്കണം. ഈ 4 നിയമങ്ങളെ പാലിച്ചുകൊണ്ട് മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം ഒരു 100 കൊല്ലക്കാലം നയിക്കണം. അതാണ് നമ്മുടെ ധർമ്മം. മുമ്പേ ശാന്തിക്കാരുടെ ആ താലി എടുത്തു കൊടുത്തിട്ട് നവീന്റെ കയ്യിൽ കൊടുത്തിട്ട് ഐശ്വര്യയുടെ കരുത്തിൽ കെട്ടുന്ന സമയത്ത് നവീൻ എടുത്ത ഒരു പ്രതിജ്ഞ ഇങ്ങനെയാണ്: ശുഭേ വിഭൗ ധർമ്മപ്രജാ സമ്പത്തയെ ഏകവിംശതി കിലോക്കാരനായ വലസ്യ പിതൃഗുണമോചനായ കന്യകാദാനം അഹം കരിഷ്യേ എന്ന് പറഞ്ഞ് കന്യാദാനം ചെയ്തതിനു ശേഷം താലി കെട്ടുമ്പോൾ പറഞ്ഞത്, മംഗല്യ തന്തുനാനേന മമ ജീവന ഹേതുന കണ്ഠേ ബദ്ധനാമി സുഭഗേ ത്വം ജീവ ശരദശതം. അല്ലയോ സുഭഗേ, നമുക്കൊരുമിച്ച് 100 കൊല്ലം ജീവിക്കാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മറന്നുപോകരുത്, 100 കൊല്ലം ധന്യമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്കും അതുപോലെ ഈ നവദമ്പതികൾക്കും സാധിക്കട്ടെ. പരമകാരുണ്യവാനും കരുണാനിധിയുമായ ശ്രീനാരായണ പരമഹംസൻ ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ. ഇവർക്ക് ദീർഘായുസ്സും ആരോഗ്യവുമുള്ള മംഗല്യം ഉണ്ടാവട്ടെ, ആരോഗ്യമുള്ള മക്കൾ ഉണ്ടാവട്ടെ. ആ മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ ഈ ദമ്പതികൾക്ക് സാധിക്കട്ടെ. ഈ ചടങ്ങിൽ പങ്കെടുത്ത, ഇതിനെ ധന്യമാക്കിയ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ദമ്പതികൾക്ക് എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പദാരവിന്ദങ്ങളിൽ എന്റെ വാക്കുകളെ സമർപ്പിക്കുന്നു.